നമസ്കാരം. പാകിസ്ഥാന്റെ ചങ്കിടിച്ചു തുടങ്ങി. ഇന്ത്യയെ ഇങ്ങോട്ട് കയറി ആക്രമിച്ചാൽ പഴയതുപോലെ കയ്യും കെട്ടി നോക്കിയിരിക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി. എപ്പോഴും ഇന്ത്യ സമാധാനത്തിന്റെ പാതയിലാണ്. അതുകൊണ്ട് തന്നെ മിക്ക ആക്രമണങ്ങളിലും ഭീകരരെ ആക്രമിക്കുന്നതിലുപരി രാജ്യത്തിനും രാജ്യത്തിലെ സാധാരണക്കാർക്കും യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാകാത്ത തരത്തിലുള്ള ചർച്ചകളും ആക്രമണങ്ങളും മാത്രമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരുന്നത്. ഇതേ നിലപാട് തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിലും കരുതിയ പാകിസ്ഥാൻ ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറി ഓപ്പറേഷൻ സിന്ധൂർ. ഇന്ത്യയിലെ സ്ത്രീകളുടെ നെറുകിലെ കുങ്കുമത്തിന്റെ ചുവപ്പ് തോക്കിൻ മുനയിൽ തുടച്ചു മാറ്റിയവർക്ക് സ്ത്രീകളെ കൊണ്ട് തന്നെ മറുപടി കൊടുപ്പിച്ച ഇന്ത്യ കണക്കു ചോദിക്കാൻ ആണു തന്നെ വേണമെന്നില്ല, ഇന്ത്യയിലെ പെണ്ണും കരുത്തയാണ് എന്ന് ലോക രാഷ്ട്രങ്ങളോട് ഉറക്കെ ആഹ്വാനം ചെയ്യുന്നതാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ കണ്ടത്. വർഷങ്ങൾ നീണ്ട ജലക്കരാർ അവസാനിപ്പിക്കുകയും പാകിസ്ഥാന്റെ മണ്ണിൽ കയറി ഭീകരവാദികളെ മുഴുവൻ ഉന്മൂലനം ചെയ്യുകയും ചെയ്ത് കരുത്തു തെളിയിച്ച ഇന്ത്യയെ കണ്ട് പാകിസ്ഥാന്റെ നെഞ്ചിടിച്ചു തുടങ്ങി. ഇന്ത്യ നടപ്പിലാക്കിയ നിരോധനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു അനുനയ ചർച്ചയ്ക്ക് തയ്യാറാവാൻ ഇപ്പോൾ പാകിസ്ഥാനും താല്പര്യമുണ്ട്. നിരപരാധികളായ 26 മനുഷ്യരെയാണ് യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ പാകിസ്ഥാൻ തീവ്രവാദികൾ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ പൂർണ്ണ അറിവോടുകൂടി ഇല്ലാതാക്കി കളഞ്ഞത്. കാശ്മീരിന്റെ മഞ്ഞും സൗന്ദര്യവും ആസ്വദിക്കാൻ ഒരുപാട് സ്വപ്നങ്ങളുമായി പോയ വെറും നിരപരാധികളാണ് പാകിസ്ഥാനിലെ രാക്ഷസരുടെ കൊടും ക്രൂരതയ്ക്ക് പാത്രമായത്. എന്നാൽ ഇന്ത്യയുടെ തിരിച്ചടിയിൽ പകച്ചുപോയ പാകിസ്ഥാൻ ഒടുവിൽ പിന്തിരിഞ്ഞോടുന്ന കാഴ്ചയാണ് ഇന്ത്യക്കാർ കൈയടിച്ചു കണ്ടത്. ഇപ്പോൾ അമേരിക്കയോട് എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞ് കാലുപിടിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ കരയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇന്ത്യയുമായുള്ള സമാധാന ചർച്ചകൾക്ക് ഇടനില വഹിക്കണമെന്ന് ട്രംപിനോട് അഭ്യർത്ഥിച്ച് പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇസ്ലാമാബാദിലെ US എംബസിയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഈ അഭ്യർത്ഥന. ഇന്ത്യ പാക് സംഘർഷം ലഘൂകരിക്കാൻ ട്രംപ് നടത്തിയ ഇടപെടലിനെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു. അതേസമയം സംഘർഷം ലഘൂകരിക്കുന്നതിൽ അമേരിക്ക മധ്യസ്ഥത വഹിച്ചെന്ന വാദം ഇന്ത്യ നേരത്തെ തന്നെ പല പ്രാവശ്യം തള്ളിക്കളഞ്ഞതാണ്. വാഷിംഗ്ടണിൽ വെച്ച് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി അധ്യക്ഷനും പാക് മുൻ വിദേശകാര്യമന്ത്രിയുമായ ബിലാവൽ ഭൂട്ടോ സർദാരി പറഞ്ഞ വാക്കുകൾ ആവർത്തിച്ചായിരുന്നു പാക് പ്രധാനമന്ത്രിയുടെ ട്രംപിനോടുള്ള ഈ അഭ്യർത്ഥന. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമഗ്രമായ പ്രശ്ന പരിഹാര ചർച്ചകൾക്ക് അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന് ഷഹബാസ് ഷെരീഫ് അഭ്യർത്ഥിച്ചു. ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾ ലക്ഷ്യമാക്കി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ നിർത്തിവെച്ചത് US-ന്റെ ഇടപെടലിലാണ് എന്നാണ് ഭൂട്ടോ വാഷിംഗ്ടണിൽ പറഞ്ഞത്. ട്രംപും US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെട്ട സംഘവും ഇടപെട്ടതിനാലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തലുണ്ടായതെന്നും ഇത് സ്വാഗതാർഹമാണെന്നും ബിലാവൽ ഭൂട്ടോ പറഞ്ഞിരുന്നു. എന്നാൽ പാകിസ്ഥാന്റെ ഈ വാദം ഇന്ത്യ പലവട്ടം തള്ളിയിരുന്നു. പഹൽഗാമിൽ 26 പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് ബന്ധം വഷളാവുകയും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ സൈനിക നടപടി കൈക്കൊള്ളുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള സംഘർഷം ഇല്ലാതാക്കാൻ താൻ മധ്യസ്ഥത വഹിച്ചുവെന്ന അവകാശവാദവുമായി ട്രംപ് രംഗത്തെത്തി. എന്നാൽ ഇന്ത്യ ഇത് തള്ളിക്കളഞ്ഞിരുന്നു. വെടിനിർത്തൽ കരാറിൽ ട്രംപ് ഒരു പങ്കും വഹിച്ചിട്ടില്ല എന്ന് ഇന്ത്യ പരസ്യമായി വ്യക്തമാക്കുകയും ഉഭയകക്ഷി വിഷയങ്ങളിൽ മൂന്നാം കക്ഷി മധ്യസ്ഥതയെ തള്ളിക്കളയുകയും ചെയ്തു. ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വിറളി പിടിച്ച് ട്രംപ് നടക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങളുടെ ചോരയ്ക്ക് പാകിസ്ഥാന്റെ നെഞ്ചത്ത് കയറി തന്നെ കണക്ക് ചോദിച്ചു എന്ന കാര്യത്തിൽ ഇന്ത്യക്കാർ മുഴുവൻ പൂർണ്ണ സംതൃപ്തരാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയും ഇന്ത്യയുടെ തിരിച്ചടി ഏറ്റുവാങ്ങാൻ പാകിസ്ഥാന് കഴിവില്ല എന്ന് ഇന്ത്യക്ക് വ്യക്തമായ ബോധമുണ്ട്. എത്രയൊക്കെ അവകാശവാദങ്ങൾ ഉയർത്തിയാലും ഇന്ത്യ കൊടുക്കാനുള്ളത് കൃത്യമായി കൊടുത്തു. ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും പാകിസ്ഥാൻ ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തുള്ളൽ പനി പിടിക്കുന്ന